തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. നവമൊരു പീഠമൊരു ഗുരുവിൻ സ്നേഹമൊഴിയാകം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ.
ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാനേ, സ്തുതിതൻ നിസ്തുല മഹിമാവാ, ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരാൻ ഞങ്ങളെ വിളിച്ച് അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഓർമ്മയാചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാങ്ങിൻ മാമലയെങ്കിൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീ ഭൂവിൽ. വ്യാപാരത്തിൽ ന്യായം മാത്രം നോക്കുന്നവരും സത്യം തന്നെ പറയുന്നവരും വഞ്ചനാകി തീരാത്തവരും നിസ്സാരതരും തിന്മകൾ പോലും സ്നേഹിതനെതിരാ ചെയ്യാത്തവരും അയൽവാസികളെ ദ്രോഹിപ്പതിനാ കൈക്കൂലിയും വാങ്ങാത്തവരും നിൻഗേഹത്തിൽ വാഴുന്നതിനോ സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ
സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 17-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അബ്രഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 സാറ ഇനി പ്രസവിക്കുമോ? അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മയേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മയേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു.
ഞാൻ അവനെ സന്താന പുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെയും വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറയിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ പരിശുദ്ധ കന്യാമാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ മാനവിതാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ പരിശുദ്ധ കന്യാമാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ പരിശുദ്ധ കന്യാമാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ പരിശുദ്ധ കന്യാമാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സഹോദരരെ, വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 12 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹാ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു.
പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കുട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പു തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്യുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൻ്റെ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടെന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. ുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു.
ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രതീക്ഷയോടാനന്ദചിത്തരാൻ സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിടാം. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ. സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ഐക്യവും ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം തൂകിടേണേ. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ. സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ദാരിദ്ര്യദുഃഖമകറ്റി അവനെ സമ്പൽ സമൃദ്ധമായി പാലിക്കണേ. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ. സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നീറും നിരാശയിൽ പ്രത്യാശയേകളെ പാപികൾക്കാശ്രയം നൽകിടണേ. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ. സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നീതിയും സ്നേഹവും മാനവരാശിയിൽ പൂവിടട്ടെ. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയണേ. സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Musambasbre Maria Musambarsabre Maria Agre Mishiha Madme Akira Al Madbal Kudusha Re Sa Re Sa Kullun Yaskaravare Candice, Maria, Nicolai Maschini, una Padre Damshiha, Madme Akira
റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മർത്തോമായേ ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോട്ടിടാ. നമ്മുടെ കൂടെ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊപ്പം യാക്കോബിൻ ദൈവം നമ്മുടെ തുണയും. ചെറിയവരെല്ലാം വലിയവരും കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നീ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ ഹൃദയകലങ്ങൾ ചൊരിയൊഴിയിലേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപത്തെ നിത്യം വാഴ്ത്തിടാ. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പൂ മർത്യരാ ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാഥനാ ഏകദൈവമേ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യതാതനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാം യേശുദേവൻ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാം ഏകസത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായി
വാനിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാതിരി കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യ ദൈവസൂനുവേ മഞ്ഞിലുദ്ധിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്ന്നു മഹിതകാലേ ഒടുവിലിന്നു വീണതീർ ആത്മവിധേയമാ സകലരും ശ്രമിക്കും അന്ത്യവിധി വിവേകരാ പാതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനെ വിശ്വസിച്ചു പൂർണ്ണമായി ഞങ്ങളെ ഏകമാണു ധന്യമാണു പാവനം സഭാ ശൈലിക പ്രഭാവമാണു സർവജയം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലുന്നു സാദരം ഞങ്ങളേവരും മുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളെ വരും സർവശക്തനാകും ഏകദൈവമേ വിശ്വസിപ്പു മധ്യരായി ഞങ്ങളങ്ങയിൽ സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലനാഥനായ ദൈവം തന്റെ വിഷ്ണുവരേശാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതും യുക്തവുമാ, ന്യായവുമാണതും യുക്തവുമാ, ന്യായവുമാണതും യുക്തവുമാ, ന്യായവുമാണതും യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. നിന്റെ
വിടുതലനാഥ ഓശാന 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 സർവചരാചര സൃഷ്ടാവേ പരിപാലകനെ വാഴ്ത്തിടാം സർവചരാചര സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാം പരിശുദ്ധൻ 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 കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടും എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കൂ. അപ്രകാരം തന്നെ കാസമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടും പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം
അത്ര വലിയ അനുഗ്രഹമാണു നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ ശ്രേഷ്ഠ മെത്രാപ്പോലീത്താക്കും അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്താക്കും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ, മിശംശാനമാർ, സമർപ്പിതരായ പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധി പ്രതിജനമാനത്തിനും വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും പ്രത്യേകിച്ച് ഈ തിരുനാളേറ്റ് നടത്തുന്ന എല്ലാവർക്കും വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ റൂഹായ നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാ ഞങ്ങൾ അർപ്പിക്കും.
സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കാന്യതനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ശരീരങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരത്നങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാരം കൂടി സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ശത്രുതയെല്ലാം നീക്കി നിദാനം ഹൃദയം ദീപ്തമാക്കാം.
ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാ ആത്മാവാ. ഏകമനസാ ദിവ്യരഹസ്യം നിതരാ ഉൾക്കൊള്ളാം. പരിരക്ഷണമതിനി നിണവും തിരുമേയും ഉദ്ധാനത്തിനു മധുപോൽ ജീവനും കാരണമായിരുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ചു സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നേർന്നങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു,
ഏകരൂഹാപരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിലൂടെ ക്രിസ്തുവിനെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ കുർബാന സ്വീകരണത്തിൻ്റെ സമയമാണ്. കുമ്പസാരിച്ചൊരുങ്ങി വന്നിട്ടുള്ള കത്തോലിക്കരാണ് കുർബാന സ്വീകരിക്കുക. നിങ്ങൾ പുറത്തുള്ളവർ അവിടെ തന്നെ നിന്നാൽ മതി. വിങ്ങുകളിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഈശോയെയും കൊണ്ട് വരുന്നതാണ്. എന്നാൽ വരുന്ന അച്ഛന്മാർക്ക് വഴി ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകമായി സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സമയത്ത് ആയിരിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു.
ഓരമ്മതൻ കയ്യാ അന്നു രൂപം ലഭിച്ചോരാപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി ഏതോ ഓരമ്മതൻ കയ്യാ അന്നു രൂപം ലഭിച്ചോരാപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി നാദായം ദേഹമാ അപ്പത്തെ അവിടുന്നു ആശീർവദിച്ചിടണേ അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടണേ അതുമാത്രമാണ് എൻ്റെ ആശ ദിവ്യകാരുണ്യമേ ഈശോ സ്നേഹവാത്സല്യമേ ഈശോ എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ അരിയരിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടണേ അതുമാത്രമാണ് എൻ്റെ ആശ അലിവോടെ എന്നെ തൊടണേ അതുമാത്രമാണ് എൻ്റെ ആശ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുദർഹവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി പെരുന്നാൾ. എല്ലാവർക്കും പെരുന്നാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. 2025 തിരുനാൾ ജനുവരി മാസം 1-ാം തീയതി മുതൽ നവനാളുകളായി ആരംഭിച്ച് 9-ാം തീയതി വരെ അത് മുൻപോട്ട് പോയി 10, 11, 12, 13 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട തീയതികളിലായ നമ്മളത് വിവിധ ആഘോഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ ശ്രീ ദേവസി പള്ളിപ്പാടൻ, ശ്രീ ഷാജു കണ്ണമ്പിള്ളി, ജനറൽ കൺവീനർ ശ്രീ അരുൺ കെ കുന്നത്തുപറമ്പിൽ, രൂപക്കൂട് കൺവീനർ ബിനോയ് വെട്ടിയാടൻ, പ്രദക്ഷിണം കൺവീനർ ടോജി ജോസ് കുന്നത്തുപറമ്പിൽ, വോളണ്ടിയർ കൺവീനർ ജോമി ജോസ് പയ്യപ്പിള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ തിരുനാൾ വളരെ മനോഹരമായി അത് നടത്തുക. ഞാൻ സൂചിപ്പിച്ചതുപോലെ 20 പ്രസുതേന്തിമാരാണ് ഈ ആഘോഷങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. കാരണം വളരെ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം പരസ്പരം പങ്കുവെച്ച് 20 പേര് അവർ കൂട്ടായി നിന്ന് അന്ന് മുതൽ ഈ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി അവർ തയ്യാറെടുക്കുകയായിരുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം ഞാൻ അവരുടെ പ്രവർത്തനങ്ങളൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടാണ് അവർ ഈ ദിവസത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവരും അവരുടെ കുടുംബങ്ങളും. അതിലേറെ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിൻ്റെ ആത്മീയമായ ഒരു ഭാഗം അതിനൊട്ടും കുറവ് വരാതെ വളരെ ഭംഗിയോടെ ഈ തിരുനാൾ നിങ്ങൾ നടത്താൻ കാണിക്കുന്ന ആ ഒരു താല്പര്യത്തിന് നിങ്ങളോട് ഏറ്റവും സ്നേഹപൂർവ്വം പള്ളി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ആഘോഷങ്ങൾ മാത്രമല്ല, പ്രാർത്ഥനയും മാത്രമല്ല, അതിൻ്റെ ഈ ആഘോഷത്തിൻ്റെ എന്തെങ്കിലും നന്മകൾ നിങ്ങൾ മറ്റുള്ളവരുമായി, പ്രത്യേകിച്ച് ഇല്ലാത്തവരുമായി പങ്കുവെക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ഇന്ന്
വ്യാഴാഴ്ച അലങ്കാരവും സ്വിച്ച് ഓൺ കർമ്മവും മഹേഷ് കുഞ്ഞുമോൻ്റെ ഷോയും നാടകം 2 ദിവസം നാടകത്തോടു കൂടിയും വെള്ളിയാഴ്ച നമ്മൾ കൊടിയേറ്റി കൊച്ചിൻ നവദർശൻ്റെ ഗാനമേള ജാസി ഗിഫ്റ്റ് നേതൃത്വം നൽകിയ ആ ഗാനമേള, ശനിയാഴ്ച വീടുകളിലേക്കുള്ള അമ്പ് പ്രദക്ഷിണങ്ങൾ, 2026 പ്രസിദ്ധന്തിമാരായി 410 പ്രസിദ്ധന്തിമാരുടെ വാഴ്ച. അങ്ങനെ ഇന്ന് രാവിലെ ആദ്യത്തെ കുർബാന, രണ്ടാമത്തെ കുർബാന 3 മണിക്ക്, മൂന്നാമത്തെ കുർബാനയോടുകൂടെ കുർബാനകൾ ഏറ്റവും സജീവമായി അതിൽ പങ്കുചേരുക. ഇനി ആരെങ്കിലും വീട്ടിൽ കുർബാനയിൽ പങ്കെടുക്കാതെയുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കുർബാനയ്ക്ക് പറഞ്ഞു വിടണം. കാരണം പലപ്പോഴും ഉണ്ടാകുന്നത് പെരുന്നാളുകൾക്ക് കുർബാനയില്ല, പിന്നെ കുമ്പസാരത്തിൽ ഇതൊക്കെ ഞങ്ങൾ കേൾക്കണം. അച്ഛാ, ഗസ്റ്റുകൾ വന്നു, ആൾക്കാരുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ കുർബാനയ്ക്ക് വരാൻ പറ്റിയില്ല, ഞായറാഴ്ച കടമായി അവിടെ കിടക്കുന്നുണ്ട് എന്ന് വീട്ടിൽ പലരും കുമ്പസാരത്തിൽ ഏറ്റുപറയാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കുർബാനയിൽ പങ്കെടുത്തവരാണ്. വീട്ടിൽ പോയി കുർബാനയിൽ പങ്കെടുക്കാത്തവരെ 3 മണിയുടെ കുർബാനയിൽ പങ്കെടുപ്പിക്കണം, നിർബന്ധമായും പങ്കെടുപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 3 മണിക്ക് നമുക്ക് പരിശുദ്ധ കുർബാന മുൻ വികാരി അച്ഛനായ ജോജി പാലമറ്റ അച്ഛനാണ് നേതൃത്വം നൽകുക. തുടർന്ന് പ്രദക്ഷിണം 7 മണിയോടുകൂടെ തിരികെ പള്ളിയിൽ എത്തുന്നു. ആശീർവാദം നൽകി അതിനുശേഷം നമുക്ക് 7:45 ഒരു മെഗാ മ്യൂസിക്കൽ നൈറ്റ് ഉണ്ട്. അതാണ് ഇന്നത്തെ പരിപാടികൾ. വർണ്ണമഴയുണ്ടായിരിക്കും. നാളെ രാവിലെ 6:30 നമ്മുടെ പൂർവികരെ സ്മരിച്ചുള്ള പരിശുദ്ധ കുർബാനയാണ്. അതിനെ തുടർന്ന് സെമിത്തേരിയിൽ ഒപ്പീസുണ്ട്. രൂപം തിരികെ പ്രതിഷ്ഠിക്കലും കൊടിയിറക്ക്, നേർച്ചയെണ്ണലിൽ എല്ലാവരും സാധിക്കുന്നവർ പങ്കെടുക്കാൻ ശ്രമിക്കുക. വൈകിട്ട് 6 മണിക്ക് പ്രവാസി സംഗമം. അതോടുകൂടെ നമ്മൾ ഈ വർഷത്തെ തിരുനാള് സമാപിപ്പിക്കുകയാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇപ്പോൾ അമ്പെടുത്ത് വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ പ്രദക്ഷിണമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അമ്പ് പ്രദക്ഷിണം എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം. നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ഇന്നലെ അമ്പ് ഇവിടെ നിന്ന് ഉച്ചതിരിഞ്ഞ് പ്രദക്ഷിണമായി കൊണ്ടുപോയി എല്ലാ വീടുകളിലും നിങ്ങൾ കയറി. തിരിച്ച് വന്ന സമയത്ത് അത് നമുക്ക് പ്രസിദ്ധേന്തി വാഴ്ചയുടെ പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞ അതേ നിമിഷത്തിൽ നിങ്ങളത് നിർത്താൻ തയ്യാറായി. പല സ്ഥലങ്ങളിലും കാണുന്നത് ഇവിടെ അച്ഛൻ ബഹളം വെച്ചുകൊണ്ടിരിക്കും, അവിടെ വാദ്യമേളങ്ങൾ അതിൻ്റെ വഴി അരങ്ങേറും അവിടെ. പക്ഷേ നിങ്ങളോട് പറഞ്ഞ സമയത്ത് നിങ്ങൾ ആ വാദ്യമേളങ്ങൾ നിർത്തി നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ അച്ഛന്മാര് ഈ ദിവസങ്ങളിൽ വന്ന നവനാളിൽ വന്ന എല്ലാ അച്ഛന്മാരും പറഞ്ഞു ഇവിടേക്ക് വികാരിമാരുമായിട്ട് വരാൻ വലിയ താല്പര്യമാണ്. ഞാൻ വിചാരിക്കും, ഇവരിങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ കസേരയിൽ കുറച്ചുകൂടി ബലമായിട്ട് പിടിച്ചിരിക്കും. കാരണം ഇവരങ്ങാനും എൻ്റെ സ്ഥാനം തെറിപ്പിക്കുമോ എന്നുള്ള പേടിയാണ് എൻ്റെ. എന്തായാലും ഒരുപാട് അച്ഛന്മാർ നമ്മുടെ രൂപതയിൽ എല്ലാ അച്ഛന്മാരോട് ചോദിച്ചാലും വെണ്ണൂരിലേക്ക് വരാനുള്ള ഒരു താല്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നടക്കുന്നു, അതുപോലെ വളരെ ഭംഗിയോടുകൂടി അടുക്കും ചിട്ടയുമായി നടക്കുന്നു. നമ്മുടെ പെരുന്നാൾ ലോകപ്രസിദ്ധമാണ്. അത് ഏറ്റവും മനോഹരമായി നടക്കണമെന്ന് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് തമ്പുരാൻ നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നു. ഇതുവരെ നല്ല കാലാവസ്ഥ നൽകി അനുഗ്രഹിച്ച നല്ല ദൈവത്തിന്, അതുപോലെ നമ്മെ കാത്തു പരിപാലിക്കുന്ന മാതാവിൻ്റെ സംരക്ഷണത്തിന് പ്രത്യേകമായി ഞാൻ ഈ സമയത്ത് നന്ദി പറയുകയാണ്. ഇനി നമുക്കുള്ള കാര്യങ്ങളും ഭംഗിയോടുകൂടെ പോകണം. പ്രദക്ഷിണം അത് സമയത്തിന് എത്തിച്ചേരണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയത്തിന് എത്തിച്ചേരാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ നിങ്ങൾ എടുത്താലാണ് നമ്മൾക്ക് അത് കൃത്യതയോടുകൂടെ സമയത്ത് തന്നെ നമുക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിത് പറയാൻ കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് എത്തിച്ചേരാനുള്ള തടസ്സം എന്താണ്? ഒന്ന് ഉച്ചയിലുള്ള ഭക്ഷണമാണ്. ആ ഭക്ഷണം വളരെ ആഘോഷമായി നിങ്ങൾ കഴിച്ചൊന്ന് കിടക്കാം എന്ന് വിചാരിക്കുന്ന അതാണ് ഒരു കാര്യം. അപ്പോൾ കിടന്ന് എഴുന്നേൽക്കുന്നില്ല, സമയത്തിന് എഴുന്നേൽക്കുന്നില്ല ഒരു കാര്യം. അപ്പോൾ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ പറ്റും. ഇനി ഇവിടെ കുറേ പേര് മറ്റു പള്ളികളിൽ നിന്ന് വന്നിട്ടുണ്ട്, മറ്റ് ഇടവകകളിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെയുള്ള ആൾക്കാരുടെ ബന്ധുജനങ്ങളായിട്ട് അവരൊന്ന് കൈപ്പൊക്കിയും ഞാനൊന്ന് കാണട്ടെ. കുറേ പേരുണ്ടാവും. നിങ്ങളുടെ സാന്നിധ്യം ഒന്ന് കൈയടിച്ച് അവർക്ക് വേണ്ടി നിങ്ങളെ പ്രത്യേകമായി ഈ ഇടവകയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യാം. ചിലപ്പോൾ ഒരു കാലത്ത് നിങ്ങൾ ഈ ഇടവകയുടെ ഭാഗമായിരുന്നിട്ടുണ്ടാവും, പക്ഷെ ഇന്ന് നിങ്ങൾ മറ്റു ഇടവകകളിലാണ്. എന്തായാലും ഇന്ന് തിരുനാളിൽ നിങ്ങൾ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം.
ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, കാരണം നിങ്ങൾ കാരണമാണ് പലപ്പോഴും ഇവർ പ്രദക്ഷിണത്തിന് വരാതിരിക്കുന്നത് എന്ന് ഇവർ പറയുന്നു. എനിക്കറിയില്ല, ഇവർ പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വൈകിട്ടേ പോകാൻ പാടുള്ളൂ. ഇന്നലെ നിങ്ങൾ ആഘോഷത്തിന് വന്നു, എന്തായാലും വൈകിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം പോവുക. ഇവര് വിളിച്ച വീടുകളിൽ ചോറ് തരും. തന്നില്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചോളൂ, അച്ഛൻ എങ്ങനെയെങ്കിലും ഇവിടെ അറേഞ്ച് ചെയ്ത് തരാം. പക്ഷേ എന്തായാലും നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം. ഇനി ചിലർ പോകുന്ന സമയമാണ് ഒരു പ്രശ്നം. അതായത് 4 മണിക്ക് 7 മണിക്ക് ഇടയ്ക്ക് പോകും. അപ്പോഴെന്താ പ്രശ്നം? മറ്റൊരു പറയും, അച്ഛാ ഗസ്റ്റുകൾ പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സമയത്തിന് എത്തിച്ചേരാൻ, ഗസ്റ്റുകളാണ് തടസ്സം. യോ, നിങ്ങൾ അങ്ങനെ ആകരുത്. ഒന്നുമില്ലെങ്കിൽ അതിന് മുമ്പ് പോയി തരിക, അല്ലെങ്കിൽ പോകരുത്. അതിന് പോകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അതാ പറഞ്ഞത്. അതുകൊണ്ട് 7 മണിക്ക് ശേഷമേ നിങ്ങൾ പോകാവൂ. അത് വെച്ചാൽ ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പോകണം. കാരണം നിങ്ങളുടെ പേരിൽ ഇവർ ലേറ്റ് ആവാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. ഇനി നമുക്ക് കുരിശുകൾ, അങ്ങനെ കുറേ കുരിശുകൾ ഇവിടെയുണ്ട്. ജീവിതത്തിൽ ഇത്രയും തിളങ്ങുന്ന കുരിശുകൾ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. കുരിശുകൾ എപ്പോഴും ഭാരമാണ്, സങ്കടമാണ്. പക്ഷെ നിങ്ങൾ പുറത്തേക്ക് നോക്കിയോളൂ, അത്ര തിളങ്ങുന്ന കുരിശുകളാണ് അവിടെയുള്ളത്. 100ഓളം കുരിശുകൾ ഈ വർഷമുണ്ട്. അപ്പോൾ ചില സ്ത്രീകൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് പിടിക്കാമോ? ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കാം. കുരിശുകൾ താങ്ങി ശീലമുള്ളവരാണ് നിങ്ങളെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ആരോഗ്യം അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുരിശുകൾ പിടിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഇടവകക്കാർ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും കുരിശിൽ, പക്ഷെ ലെവലുള്ളവർ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം ചിലപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറിനോടുകൂടെ വേറെ എന്തെങ്കിലും അകത്ത് പോയാൽ ചിലപ്പോൾ ലെവൽ തെറ്റാൻ സാധ്യതയുണ്ട്. അവർ ഒന്ന് ഒഴിവായി മാറി നിൽക്കുക. മറ്റുള്ളവർ, സാധാരണ നിങ്ങൾ കുരിശ് പിടിക്കാൻ ആരോഗ്യമുള്ള ആർക്കും തീർച്ചയായിട്ടും കുരിശ് പിടിച്ച് അതൊരു നിയോഗമായിട്ട് എടുക്കുക, എന്തെങ്കിലും നിയോഗം സമർപ്പിക്കുക. ഇനി മാതാവിൻ്റെ ഫ്ലാഗാണ് ഏറ്റവും ആദ്യം പ്രദക്ഷിണത്തിൻ്റെ മുമ്പിലുണ്ടാവുക. സ്ലീവ കുരിശ്, തിരിക്കാലുകളാണ് അതിൻ്റെ കൂട്ടത്തിലുണ്ടാവുക. അതിൻ്റെ പിന്നിലാണ് യൂണിറ്റിൻ്റെ ഫ്ലാഗുകൾ. 9 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. 9 യൂണിറ്റിൻ്റെ പതാക വഹിച്ചുകൊണ്ട് യൂണിറ്റിൻ്റെ ഭാരവാഹികൾ നീങ്ങും. അതിൻ്റെ പിന്നാലെയാണ് ഈ കുരിശുകൾ, 100 കുരിശുകൾ വഹിച്ചുകൊണ്ട് പോവുക. ഇനി രൂപക്കൂടിൻ്റെ മുൻപിൽ ഈ 20 പ്രസുതിയന്തിമാര് തിരികൾ, അവരുടെ തലയിലുള്ള കിരീടം അത് വഹിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്നു. രൂപക്കൂട്, അതിൻ്റെ പുറകിലായിട്ട് വൈദികർ. ഇങ്ങനെയാണ് ക്രമം. നമ്മൾ തിരിച്ച് പ്രദക്ഷിണം മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പോകുന്നത് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി വലത്ത് വശത്തുകൂടെ നമ്മൾ പോകുന്നു. എപ്പോഴും റേഷൻ കടയുടെ അടുത്ത് എത്തുമ്പോൾ നേരെ അപ്പുറത്തോട്ട് കിടക്കുന്നു. റോഡിൻ്റെ വലത്ത് വശത്ത് തിരിഞ്ഞ് വീണ്ടും നമ്മൾ കപ്പേള വരെ പോകും, ആലത്തൂർ കപ്പേള. അവിടെ നിന്ന് വീണ്ടും റോഡിൻ്റെ വലത് വശത്തേക്ക് കടന്ന് പള്ളിയുടെ സൈഡിലൂടെ പള്ളിയുടെ അകത്തേക്ക് കടക്കുന്ന രീതിയാണ്. അപ്പോൾ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ക്രമീകരിക്കണമെന്ന് പ്രദക്ഷിണ കമ്മിറ്റി അംഗങ്ങളോടും അതുപോലെ വളണ്ടിയർമാരോടും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കുറച്ച് നേരം ചിലപ്പോൾ വണ്ടികൾ നിൽക്കേണ്ടതായിട്ട് വരും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ക്രമീകരിക്കണം. പിന്നെ കുറച്ച് നേരം നിന്നാൽ അടുത്ത വണ്ടികളെ കടത്തിവിടുക. ഇനി നമ്മുടെ നടുവിലൂടെ വണ്ടികൾ പോയതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. വണ്ടികൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ തന്നെ നമ്മുടെ പ്രദക്ഷിണം ക്രമീകരിക്കണം. ഇനി അങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ആ മുറിച്ചിൽ വരും. കുറച്ച് നേരം നിൽക്കാൻ പറയുമ്പോൾ ആദ്യം പോകുന്ന ആൾക്കാർ ഓടിപ്പോയാൽ പിന്നെ അവിടെ മുറിച്ചിൽ ഉറപ്പായിട്ടും വരും. അത് മുന്നിൽ നിൽക്കുന്നവരെന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഭംഗിയോടെ ചെയ്യാനായിട്ട് കഴിയും. ഇനി വലതുവശം ചേർന്ന് 2 വരിയായിട്ടാണ് പോവുക. വാഹനങ്ങൾ കടത്തിവിടാൻ വരികളെ മുറിക്കുമ്പോൾ മുമ്പിലെ ആൾക്കാർ ഓടിപ്പോകരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. റോഡിൽ സ്ഥാപിച്ച കുടകൾ നിങ്ങൾ എടുക്കരുത്. വെള്ളക്കുപ്പി നിങ്ങൾക്ക് കിട്ടും, ദാഹിച്ചാൽ വെള്ളക്കുപ്പി കിട്ടും. ആ വെള്ളക്കുപ്പി കുടിച്ചു കഴിഞ്ഞാൽ വഴിയില്ലത് വലിച്ചെറിയരുത്. കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞപ്പോൾ വളരെ ഭംഗിയോടെ ചെയ്തു. പ്ലാസ്റ്റിക് ആണ്, അത് വഴിയോരങ്ങളിൽ കിടന്നു കഴിഞ്ഞാൽ അത് ഫോട്ടോ എടുത്ത് ആരെങ്കിലും കണ്ടാൽ പറയും ഇത്രയും നമ്മൾ ചെയ്തതിൻ്റെ എല്ലാ നന്മകളും ഇല്ലാതാകും. അത് ഇടാനുള്ള സഞ്ചികളോ ബോക്സുകളോ വെച്ചിട്ടുണ്ടാവും, അതിൽ മാത്രം നിക്ഷേപിക്കുക. മുൻപിൽ നിന്ന് നയിക്കുന്നവർ സമയ ക്രമീകരണം പാലിച്ചുകൊണ്ട് പോവുക. പള്ളി കോമ്പൗണ്ടിൽ പാർക്കിംഗ് ഇല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രദക്ഷിണത്തിന് 3:30 മുതൽ റെഡിയാവുക. പിന്നെ തിരികെ പള്ളിയുടെ അകത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നത്, നമ്മൾ എടുത്ത് ഈ വശത്തുകൂടെയാണ് പള്ളിയുടെ അകത്തേക്ക് കയറുക. നവനാളിൽ നമ്മൾ ചെയ്യാറുള്ളത് പോലെ വരിയായിട്ട് വന്ന് ഈ സൈഡിലൂടെ വന്ന് പള്ളി ചുറ്റി പള്ളിയുടെ മുമ്പിൽ വരുന്ന ആൾക്കാർ നിങ്ങൾ അവിടെ ചേർന്ന് നിൽക്കാം. മറ്റുള്ള ആൾക്കാർ ഈ വരിയായിട്ട് അവിടെ നിൽക്കും. അവരുടെ ഇടയിലൂടെ ആയിരിക്കും ഈ പള്ളിയുടെ അകത്തേക്ക് കയറിയ യൂണിറ്റുകളുടെ ഫ്ലാഗുകളും അതുപോലെ 100 കുരിശും രൂപക്കൂടും അതിൻ്റെ പുറകിൽ അച്ഛന്മാർ ഒന്നിച്ച് നിങ്ങളുടെ ഉള്ളിലൂടെ ആയിരിക്കും, ഇടയിലൂടെ ആയിരിക്കും ഈ പള്ളിയുടെ അകത്തേക്ക് അവർ പ്രവേശിക്കുക. ഇനി
രൂപങ്ങൾ തിരിച്ച് കയറിയതിന് ശേഷം മാത്രം കുടകൾ ചുരുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക, കുടകൾ പിടിച്ചിട്ടുള്ളവർ. കാരണം വന്നു ഓടെ തന്നെ എത്തി എന്ന് വിചാരിച്ച് നിങ്ങൾ കുടകൾ ചുരുക്കി പോകരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഗാനമേളയുണ്ട്. ഗാനമേളയ്ക്ക് വളണ്ടിയർമാർ നല്ല നേതൃത്വം നൽകുക. പിന്നെ പ്രവാസി സംഗമം നമുക്ക് തിങ്കളാഴ്ച വൈകിട്ടാണ്. പ്രവാസി സംഗമത്തിലുള്ള പറയുന്നത് 2 വർഷക്കാലം എങ്കിലും നിങ്ങൾ പുറത്ത് ഉണ്ടായിരുന്നവർ, ഇപ്പോൾ ഈ പ്രവാസികളായിട്ടുള്ളവർ വെക്കേഷന് ഹോളിഡേയ്സിന് വന്നിട്ടുണ്ട്, അവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ പ്രവാസി സംഗമം നടത്തുക. ഇനി നമുക്ക് തിരുനാളിൻ്റെ ലൈവ് കേരള വിഷൻ്റെ ചാനൽ നമ്പർ 49 ഉണ്ട്. അതുപോലെ മീഡിയ ടൈം ഇവന്റ് അത് ചാനലിലുണ്ട്, യൂട്യൂബ് ചാനലിൽ ലഭ്യമാകും. ഇനി നമുക്ക് അൾത്താര ശുശ്രൂഷികളോട് നന്ദി പറയാനുണ്ട്. ദേവാലയ ശുശ്രൂഷിയായ ഡേവീസ് ഒരുപാട് ത്യാഗത്തോടെ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അൾത്താര സംഘത്തിൻ്റെ ഒരു സ്റ്റോൾ അവിടെയുണ്ട്, നിങ്ങളവിടെ സന്ദർശിക്കുക. നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ ഗായക സംഘം, നമ്മുടെ ഗായക സംഘം എത്രയോ മനോഹരമായിട്ടാണ് ഈ ദിവസങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ചിരുന്നത്. ലിബുവിൻ്റെ നേതൃത്വത്തിൽ ഷെറീറ്റയൊക്കെ UK നിന്നൊക്കെ വന്ന് വീണ്ടും ഇപ്പോൾ ഗാനത്തിൽ പാടാൻ വേണ്ടി പങ്കെടുത്തതിൽ വലിയ സന്തോഷം. നിങ്ങളെ പഴയ ആൾക്കാരൊക്കെ ഉള്ളതിപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന അനു തോമസ്, സോബിൻ ജോസഫ്, വിൻവി വർഗീസ്, രമേശ് ഡേവിസ്, ചാക്കോച്ചൻ കലാഭവൻ, ബിബിൻ കലൂർ, അവരെ പ്രത്യേകമായിട്ടൊന്ന് നന്ദി പറയും. നമുക്കൊന്ന് കൈയടിച്ച് അവർക്ക് ആത്മാർത്ഥതയോടെ നന്ദി പ്രകാശിപ്പിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമുക്ക് ഇടവകയിലെ സിസ്റ്റേഴ്സ് ഒരുപാട് ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള മേഴ്സി കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ലൈവ് ചെയ്യുന്ന ജിയോ ഏറ്റവും മുകളിലുണ്ട്. അപ്പോൾ പ്രവാസികൾക്ക് വലിയ സന്തോഷമാണ് ലൈവ് കിട്ടുന്നു എന്നുള്ളത്. പിന്നെ ഈ അലങ്കാരം പള്ളിയുടെ എത്രയും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അതുപോലെ സൗണ്ട് ഇതൊക്കെ നൽകിയ എല്ലാവരെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരാൾ എനിക്ക് പറയാനുള്ളത്, അത് എനിക്ക് ചൊവ്വാഴ്ചകളിൽ വന്ന് ഭക്ഷണം തരികയും അതുപോലെ ഈ പള്ളിയൊക്കെ അടിച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്ന ആനി ചേച്ചിയും ജോജോ, അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് ജോജോ, അവരുടെ ടീം ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് ത്യാഗത്തോടുകൂടെ അവർ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ അവരുടെ പേര് പ്രത്യേകിച്ച് എടുത്തു പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ചേച്ചിയോടും അതുപോലെ കുടുംബാംഗങ്ങളോടും സഹപ്രവർത്തകരോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഞാൻ പ്രത്യേക നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ജേക്കബ് നടുവിലേക്കളച്ചൻ്റെ എത്രയോ മനോഹരമായ കുർബാനയാണ്, എത്രയോ സുന്ദരമായ കുർബാനയിൽ നമ്മൾ അലിഞ്ഞു ചേരുന്ന ഒരു ഗാനങ്ങളും പ്രാർത്ഥനകളുമാണ് അച്ഛൻ്റെ ഭാഗത്ത്. അച്ഛൻ കുളത്തൂർ ഇടവകയിലെ വികാരിയച്ഛനാണ്, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ. ഈ പ്രസുതേന്തിമാര് 1 വർഷം മുമ്പാണ് അച്ഛനെ കണ്ട് ഇന്ന് ഇവിടേക്ക് എത്തിച്ചേരണമെന്ന് പറഞ്ഞ് അച്ഛനെ ബുക്ക് ചെയ്തു. കാരണം അച്ഛനെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വളരെ നേരത്തെ കൂട്ടി. ഒരു അനുഗ്രഹീത ഗായകനാണ്, പക്ഷെ അതേ സമയത്ത് വളരെ സിമ്പിളാണ് അച്ഛൻ. ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ സിമ്പിളായിട്ടുള്ള അച്ഛൻ. 2013 പട്ടം കിട്ടിയ അച്ഛൻ, 12 ബാച്ച് എന്ന് പറയാം. ജനുവരിയിലാണ് അച്ഛൻ്റെ പട്ടം വാർഷികം കഴിഞ്ഞതേ ഉള്ളൂ. പ്രിയ നിറഞ്ഞ ജേക്കബ് അച്ഛ, ഞങ്ങളുടെ ഈ ഇടവക ജനത്തിൻ്റെ അതിന്ന് കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ആത്മാർത്ഥത നിറഞ്ഞ നന്ദി ഞങ്ങളൊന്ന് കൈയടിച്ച് അച്ഛനെ രേഖപ്പെടുത്തിക്കോട്ടെ. അതുപോലെ ഇന്ന് നമുക്ക് വേണ്ടി ഒട്ടും ഒരു ബ്രേക്ക് ഇല്ലാതെ, ഒരു ശ്വാസം വിടാൻ, നമുക്ക് ഒരു പോസ് കിട്ടാത്ത രീതിയിൽ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ജോസഫ് സെൽട്ടൻ അച്ഛൻ അയ്യമ്പള്ളി അവരുടെ കാർമൽ ഭവനിലെ സുപ്പീരിയർ അച്ഛനാണ്. ജോസഫ് സെൽട്ടൻ അച്ഛൻ ചെറായി അടുത്താണ് അയ്യമ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. OCD സഭയിലെ അംഗമാണ്. നമുക്ക് വേണ്ടി ഇന്ന് തിരുനാളിൻ്റെ സന്ദേശം വളരെ മനോഹരമായ അർത്ഥവത്തായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഈ അച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ ആ സമയത്ത് അറിയിക്കുകയാണ്. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് ഇടവകയിൽ നിന്നുള്ള വൈദികർ എല്ലാവരും തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ അച്ഛന്മാര് എല്ലാവരും തന്നെ നമ്മുടെ മക്കളാണ്. അതായത് ഇവരൊക്കെ ലോകത്തിൻ്റെ വലിയ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും അച്ഛന്മാരാണ്. ആന്റണി പ്ലാക്കിലച്ചൻ അച്ഛൻ വിൻസെൻഷ്യൻ സഭയുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്നു. അതിൻ്റെ ആ സമയത്താണ് അച്ഛനിങ്ങനെ അത് കഴിയാൻ കണ്ട് അച്ഛനിങ്ങനെ ഒരു ആശയം,
അതായത് പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യമായി ചെയ്യണം, സഭ അതിനു വേണ്ടിയാണ് വിൻസെൻ്റ് പോൾ തന്നെ ഇങ്ങനെ അവരെ നിയോഗിച്ചിട്ടുള്ളതെന്നുള്ള ബോധ്യം പ്രവൃത്തി പദത്തിൽ വരുത്തി വെട്ടിക്കുഴിയിൽ ഒരു സ്നേഹാശ്രമം അഗതികളായ മനുഷ്യർക്ക് വേണ്ടി അച്ഛൻ ആരംഭിക്കുകയും 25 വർഷം അത് ഭംഗിയോടെ കൊണ്ടുപോകാൻ വേണ്ടി അച്ഛനിങ്ങനെ കഠിനമായിട്ട് അധ്വാനം ചെയ്ത് നടക്കുകയാണ്. പ്രായം അച്ഛന് തടസ്സമല്ല, അച്ഛനിടയ്ക്ക് വീഴുന്നുണ്ട്, ഇടയ്ക്ക് ഒരുപാട് യാത്രകളുണ്ട്, ഡോക്ടറേറ്റ്, ഇതൊക്കെ ഈ പുസ്തകങ്ങൾ കുറേ എഴുതുന്നുണ്ട്, ഇപ്പോഴും അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഇങ്ങനെ ഇനിയും പ്രായമായിട്ടില്ല എന്ന് അച്ഛൻ തെളിയിച്ചുകൊണ്ട് നമ്മുടെ നല്ല ഈ വെണ്ണൂരിൻ്റെ ഒരു നല്ലൊരു മകനായിട്ട് അച്ഛൻ നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. അതുപോലെ ജോസഫ് നല്ലനാട്ടച്ഛൻ, അത് സലേഷ്യൻ സഭയിലെ അംഗമാണ്. അച്ഛനും ഞാൻ അച്ഛനെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. പക്ഷെ അച്ഛൻ വളരെ നേരത്തെ തന്നെ കുർബാനയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചു അച്ഛൻ എത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ ഞാൻ പ്രസിഡന്റുമാരോട് സൂചിപ്പിച്ചിരുന്നു. അവരും ശ്രമിച്ചിരുന്നു, അച്ഛൻ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. നോർത്ത് ഈസ്റ്റിലെ സലേഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് അച്ഛൻ. അപ്പോൾ അച്ഛന് ശരിക്കും അച്ഛൻ എന്താ പറയുക, ജീവിതം തമ്പുരാൻ രണ്ടാമത് കൊടുത്തതാണ്. ഒരു സമയത്ത് അച്ഛൻ ഭയങ്കരമായിട്ട് രോഗബാധിതനായി, പക്ഷേ ഇപ്പോഴും അച്ഛൻ അതിൻ്റെതായ ഒരു വിഷമവും കാണിക്കാതെ നമ്മൾ എന്ത് പറഞ്ഞാലും കുർബാനയിൽ സജീവമായിട്ട് വന്ന് പങ്കെടുക്കുകയും അതുപോലെ എല്ലാ ദിവസവും ഇവിടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നമ്മോട് കൂടെ ആയിരിക്കുകയും ചെയ്യുന്നു. പിന്നെ പോൾ പ്ലാക്കലിച്ചൻ, ഒറീസയിലെ കാണ്ടമാൽ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എത്രയേറെ മനുഷ്യരും മരിച്ചുപോയ കൊല്ലപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷെ അതിനോട് ബന്ധപ്പെടുത്തിയ ശുശ്രൂഷകൾ തന്നെയാണ് നമ്മുടെ പ്ലാക്കലച്ചൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ മിഷണറി പ്രവർത്തനം നടത്തുമ്പോൾ ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിൽ കഴിഞ്ഞ നാളുകളിൽ തന്നെ അച്ഛൻ നമ്മളെ അറിയിച്ചു പ്രാർത്ഥന വേണമെന്ന്. അവർ ഏത് സമയത്ത് എന്താണ് സംഭവിക്കാൻ പോണതെന്ന് അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന, എന്നാൽ യേശുവിൻ്റെ സന്ദേശം ആ ഒറീസ നാട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോൾ പ്ലാക്കലച്ചൻ, പോൾ മാണിക്കത്ത് പറമ്പിലച്ചൻ CMI സാഗർ സഭയിലെ സാഗർ രൂപതയിലെ സാഗർ മിഷനിൽ വർക്ക് ചെയ്യുകയാണ്. അച്ഛൻ CMI സഭയിലെ അംഗമാണ്. പക്ഷെ വൈദിക പരിശീലനത്തിലാണ് അച്ഛൻ ഏർപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭാവിയിൽ അച്ഛന്മാരാകാൻ പോകുന്നവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൊരട്ടി ഭാഗത്ത് അവർക്ക് വേണ്ടി ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ ഉത്തരവാദിത്വമാണ് നമ്മുടെ പോൾ, ഞങ്ങൾ ഡോൺ എന്ന് പറയും, പോൾ എന്ന് പറയും, മാണിക്കത്ത് പറമ്പിൽ അച്ഛൻ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിൻ്റൺ പെരിഞ്ചേരി അച്ഛൻ കഴിഞ്ഞ വർഷമാണ് പട്ടം കിട്ടിയത്. ഒരു വർഷം തികഞ്ഞ് പട്ടസുഖമൊക്കെ അനുഭവിച്ച് അതേസമയത്ത് സുഖം മാത്രമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വേളകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ എത്രയും സന്തോഷത്തോടുകൂടെ പറപ്പുകരയിലെ അസ്തേന്തിയായി ശുശ്രൂഷ ചെയ്ത് ഇനി അടുത്ത 30-ാം തീയതി പുതിയൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാനായിട്ട് ഒരുങ്ങുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം പിതാവ് ഒരു വർഷം കൊടുക്കാറുള്ളൂ. അങ്ങനെ പോകുന്ന അച്ഛൻ, അങ്ങനെ ഈ അച്ഛന്മാരാണ് നമ്മുടെ ബലം. 5 അച്ഛന്മാർ നമ്മുടെ കൂടെയുണ്ട്. എല്ലാ അച്ഛന്മാർക്കും ഇന്ന് നമുക്ക് കൈയടിച്ച് അവരുടെ ജീവിതത്തിന് എല്ലാ ആശംസകളും നേരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രദർ ടോണി പുറവടി ബ്രദർ ഇപ്പം എല്ലാ ഞായറാഴ്ചയും നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് വരാൻ പറ്റുന്നത് ഇങ്ങനെ ഞായറാഴ്ച അല്ലാണ്ട് വരാൻ പറ്റുന്ന തിരുനാളിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നലെ ശനിയാഴ്ച എത്തിച്ചേരാനായിട്ട് സാധിച്ചു. എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കാറ്റഗിസം കുട്ടികൾക്ക് അതുപോലെ കുറേ പേർക്ക് അച്ഛൻ ആ ബ്രദർ ജീവനാണ്. അപ്പോൾ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തവരുടെ കൂട്ടത്തിലുള്ള ബ്രദർ ടോണിക്കും ഇന്ന് വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടും തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ടും നമുക്ക് കുർബാനയുടെ സമാപന പ്രാർത്ഥനകളിൽ പങ്കുചേരാം. മിശിഹായുടെ മാതാവാകാൻ പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ്റെ പെസഹാരഹസ്യത്തിൽ പൂർണ്ണമായി പങ്കുചേർന്ന പരിശുദ്ധ അമ്മയെപ്പോലെ മിശിഹാരഹസ്യത്തിൻ്റെ ആഘോഷമായ ഈ കുർബാനയിൽ പങ്കുചേരാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ വിശുദ്ധ കുർബാന വഴി
നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധരെ പോലെ ഞങ്ങളും ഭൂമിയിൽ നിന്ന് ഏറ്റുപറയുവാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാവനെ അന്തിമ ദിവസം നിത്യായുസ്സവനേകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. നമ്മുടെ ജീവിതം പാതകത്തിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി